ഹലോ ഹായ് നമസ്കാരം. ഇതൊരു പ്രോപ്പർ റീൽ റിയാക്ഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ കുറേ റീൽസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫാക്ടർ അവിടെയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ റീൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. പക്ഷേ റീൽ റിയാക്ഷൻ എന്നുള്ളതിനേക്കാൾ ചില വിഷയങ്ങൾ എന്ന് വെച്ചാൽ കുറച്ചധികം വിഷയങ്ങൾ അടുപ്പിച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഇതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ സമയക്കുറവ് മൂലം നമ്മൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോസൊക്കെ അങ്ങ് ചെയ്യുകയാണ്. സുദീർഘമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് തെറ്റായ ചിന്തകൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും പുള്ളി ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യരംഗത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സാമൂഹ്യ രംഗത്തെ കാര്യങ്ങളും കൂടി പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഒരു വലിയ സാമൂഹ്യ ദ്രോഹമായി മാറുന്നതിന് മുമ്പേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഡോക്ടർ മനോജ് ജോൺസൺ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 60 വയസ്സിന് ശേഷം പുരുഷന്മാരുടെ കൺട്രോൾ കിട്ടും. പലപ്പോഴും കണ്ടിട്ടില്ല, ഈ ബസ്സിൽ കയറി പിടിച്ചു, അതൊക്കെ കാര്യങ്ങൾ വരത്തില്ലേ. അതൊരിക്കലും ഒരു പുരുഷന് തെറ്റല്ല. ശരിക്കും ഈ പുരുഷന്മാര് പാവങ്ങളാണ്, നിസ്സഹായകരാണ്. കാരണം അതൊരു ഹോർമോണൽ പ്രശ്നമാണ്, അത് ജീനറ്റിക് പ്രശ്നമാണ്. ഈ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്ന സമയത്ത്, ആ സെൽസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുവരെ സപ്രസ് ചെയ്ത് കൺട്രോളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അത് കൺട്രോൾ വിട്ടു പോകാറുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. അല്ലാതെ അതിനെ നമ്മൾ അവരൊരു വലിയൊരു മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നോർമലല്ല. അവർക്ക് ചികിത്സയല്ലേ വേണ്ടേ? അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് എന്ത് മെച്ചം കിട്ടാനാണ്? അവർ സൂസൈഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഫോട്ടോ എടുക്കുന്നവർക്ക് എന്ത് മെച്ചം കിട്ടാൻ? റീസെന്റ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ട്രെയിനിൽ ഒരു കുഞ്ഞു കുട്ടീനെ 65 വയസ്സോ ഉള്ള ഒരു പുരുഷൻ ഇങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറിയത്. അപ്പൊ അയാൾക്ക് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത്, പണിഷ്മെന്റ് ആണോ കൊടുക്കേണ്ടത്? ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, പണിഷ്മെന്റ്. ആരെങ്കിലും സ്വഭാവമുള്ള ഒരാൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോട്ടെ, ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരാൾ ചെയ്യില്ല. അവർക്ക് മാനസിക പ്രശ്നമുള്ളവർ മാത്രം ഈ ട്രാക്കിലേക്ക് പോകത്തുള്ളൂ. പിടിച്ച പ്രശ്നമാണ്, നാണം കെടും. ചിലപ്പോൾ ഇത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നാണം കെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായി കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നമുള്ളവരല്ലാതെ ഇത് ആരും അങ്ങനെ നോർമൽ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. അങ്ങനെയുള്ളവർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചികിത്സിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവരെ പിടിച്ച് അടിച്ചതുകൊണ്ട് എന്ത് കാര്യം? അവരുടെ നിസ്സഹായക അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ഈ പ്രായമായി കഴിയുമ്പോൾ ഇവരുടെ ഭാര്യമാര് കോപ്പറേറ്റീവ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ വേറെ റൂമിലായിരിക്കും താമസിക്കുന്നത്. താല്പര്യം, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു പുരുഷന് ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് മരിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് കാണുന്ന ഒരാളാണ്. ആ സാഹചര്യങ്ങളിൽ തൊട്ടടുത്തിരിക്കുന്ന അവരുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ അതിന് സഹകരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? ഡോക്ടറിന് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഈ പുള്ളി MBBS ഒക്കെ കഴിഞ്ഞ്, അതുമല്ല ഇനിയിപ്പം സൈക്കോളജി, സൈക്കാട്രിക് അതൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഡോക്ടറാണെന്നുള്ളത്. അല്ല, പുള്ളി നാച്ചുറോപ്പത്താണ്. ആ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ് ആദ്യം തന്നെ. ആൻഡ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യം, എടോ മനോജെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ബസ്സിലും അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോലും ഈ പ്രായമായ കുറേ ആളുകളുടെ ലൈംഗിക വൈകൃതങ്ങൾ കാരണം ബുദ്ധിമുട്ടി തകർന്നടിഞ്ഞു പോയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളുമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ പളുങ്ക് പോലിരിക്കുന്ന പ്രായത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലത്തെ കുറേ ആളുകളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ള ആളുകൾ. ഇവരെല്ലാവരും ഇത് ചെയ്തവന്മാരോട് അന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് നമുക്കത് തുറന്നു പറയാൻ സ്പേസ് ഉണ്ട്, നമുക്കത് സോഷ്യൽ മീഡിയയിലിടാം, ഇതിനെതിരെ പരാതിപ്പെടാം. അങ്ങനെ ഒരു അവയർനെസ്സൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ വന്ന് പറയുന്നത്, അവരെ നമ്മൾ എന്ത് ചെയ്യാനാ, അവരുടെ ഭാര്യമാർ അവരോട് സഹകരിക്കുന്നില്ല. ഭാര്യമാർ സഹകരിക്കുന്നില്ലെങ്കിൽ സെക്സ് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആയ കാലത്ത് നല്ലോണം പണിയെടുക്കുകയാണെങ്കിൽ അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാതെ നാട്ടിലുള്ള പെൺകുട്ടികളുടെ മെക്കിട്ട് കയറാനുള്ള ഒരു അവസരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പെണ്ണുങ്ങളാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്ന കുറേ മതവാദികൾ. എന്ന് വെച്ചാൽ ഇങ്ങരുടെ എൻറ്റയർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ ഏറ്റവും റിഗ്രസീവായിട്ടുള്ള ഏറ്റവും ദുരന്തം പിടിച്ചൊരു ഇൻ്റർവ്യൂ ആണ്. എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ശ്രുതിയുടെ മുഖഭാവം, എന്ന് വെച്ചാൽ ശ്രുതിയാണ് ഈ ഇൻ്റർവ്യൂ കുത്തിയിരുന്ന് കണ്ടത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നിപ്പോയി, ഡെസ്പായിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ സാമാനമൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഭീകരത കുറേ കൂടി മനസ്സിലാവുന്നത്. അത്രയും റിഗ്രസീവായിട്ടുള്ള ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ മുഴുവൻ ഇങ്ങനെ പറയുന്നതിലൊരു 90% സത്യമുണ്ട്. എന്താടോ, നാട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിക്കാനുള്ള ലൈസൻസ് എങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്? 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നാട്ടുകാരുടെ ഉത്തരവാദിത്വം അല്ലത്. ഇനി ഈ ബസ്സിൽ ആ ആങ്കർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു കൊച്ചു കുട്ടിയെ കയറി പിടിച്ചതിനെ ഇതിനെ ന്യായീകരിക്കാൻ അല്ല, അങ്ങനെയൊന്നുമല്ല. പുള്ളി കിടന്ന് ഉരുളാണ് ഇതിനെ ആൽക്കഹോളിസത്തിനോടും അതുപോലെ അഡിക്ഷനോടും ഒക്കെ കിടന്ന് അങ്ങനെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചികിത്സ വേണ്ടെന്നല്ല പറയുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ആദ്യം അത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു പ്രിഡേറ്ററായി മാറുകയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ജയിലിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ കാര്യം നോക്കി അവർ നിങ്ങളെ ചികിത്സിക്കും. ചികിത്സ മാൻഡേറ്ററി ആണ്, അത് സംഭവിക്കണം. പക്ഷേ ആ ചികിത്സ കുറച്ച് ആളുകൾക്ക് മാൻഡേറ്ററി ആണ് എന്നുള്ളത് ഇനി നാളെ ആളുകൾ ന്യായീകരിക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത അതേ തെറ്റയാൾ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, കുറച്ച് നാൾ മുമ്പ് ബസ്സിലിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് തൻ്റെ ലൈംഗിക അവയവം പ്രദർശിപ്പിച്ച യുവാവ് പിന്നീടും അതേ പണി തന്നെ കാണിച്ചു. അവന് മാനസിക പ്രശ്നമാണോ? ആണെങ്കിൽ അവനെ ചികിത്സിക്കണം.
അല്ലാതെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന മനുഷ്യർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രീതിയിൽ അയാൾ നിസ്സഹായനാണ് എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രിഡേറ്റേഴ്സ് നിസ്സഹായരാണെന്നാണ് ഇയാൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങേര് ന്യായീകരിച്ച് മെഴുകിയപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തിട്ട കാർഡുണ്ടല്ലോ, എനിക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ്, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഇത് ഇമാതിരി കൊണ ഡയലോഗ് അടിച്ചതിന് ശേഷം എല്ലാവരും പറയുന്ന അതേ ന്യായീകരണമാണ്. നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ ഇതേപോലെ അമ്മയും പെങ്ങളും പെൺമക്കളും ഒക്കെ ഉള്ള ആൾക്കാരാണ് സ്വന്തം മകളെ അടക്കം പീഡിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാർഡ് ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തിടണ്ട. ഇനി ഈ പറയുന്ന ആളുകളെ, പ്രിഡേറ്റേഴ്സിനെ, അവരുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ പറയുമ്പോൾ നിസ്സഹായരായിട്ട് പേടിച്ച് ഉറക്കം വരാതെ ഒരു മുറിയുടെ മൂലയ്ക്ക് തന്നെ കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആളുകളുണ്ട്. അവരെപ്പോഴെങ്കിലും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അന്നൊക്കെ പ്രതിസ്ഥാനത്ത് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ പ്രായമായിട്ടുള്ള കുറേ ആളുകളായിരുന്നു. ആ ആളുകളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ആകുല ചിത്തനാവുന്ന സമയത്തെ അവിടെ ബാധിക്കപ്പെട്ട ശരിക്കും നിസ്സഹായരായിട്ടുള്ള ഇരകളുണ്ട്. ആ ഇരകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അവരൊക്കെ പാവങ്ങളാട്ടോ, നിങ്ങളിങ്ങനെ വെറുതെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കോളൂ. ഒരാളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലെ, ഒരാളുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക അവസ്ഥയും ബാധിക്കുന്നത് പോലെ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ തെളിവിന് വേണ്ടി ഒക്കെ വീഡിയോ എടുക്കും. നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നാൽ, അതായത് ഇങ്ങനെ തോന്നൽ വരുന്നവരുടെയൊക്കെ നിസ്സഹായ അവസ്ഥയാണല്ലോ, നിസ്സഹായനാവുന്നതിന് മുമ്പ് അറിയാമല്ലോ, അപ്പം നേരെ ആശുപത്രി പോകണം. അല്ലാതെ കൊണ്ടുപോയി വേറൊരാളുടെ അടുത്ത് തീർത്തതിന് ശേഷം വീഡിയോ വന്നു കഴിയുമ്പോൾ അയ്യോ എൻ്റെ കുടുംബം, അയ്യോ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയറി പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളാരും ചിന്തിക്കാത്ത നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു ഇരയും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഒരു ഇരയും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇവിടെ അവരുടെ നിസ്സഹായ അവസ്ഥ മിസ്റ്റർ മനോജ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ മിണ്ടാൻ പോരുത്. ഈ ആവതില്ലാത്തവൻ സെക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത്, ആ സമയത്ത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്കിത് പറയാം. അതല്ലാതെ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഈ ആണിങ്ങനെ പൊക്കി പിടിച്ച് ഇത് ഇയാളുടെ വീഡിയോയുടെ താഴെ വന്ന കമൻസിൽ ഞാൻ പറഞ്ഞില്ലേ, മുഴുവൻ മതവാദികളും അവിടെ പോയി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണെന്ന് പറഞ്ഞാൽ സെക്സ് ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്, അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ അതിനനുസരിച്ച് ഡീൽ ചെയ്യപ്പെടണമെന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ. പുരുഷൻ അങ്ങനെ പൊങ്ങുന്നുണ്ടെങ്കിൽ അത് അവൻ ഡീൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണ്, ഭാര്യമാർ, സ്ത്രീകൾക്ക് മെനോപോസിന് ശേഷം സെക്സിനോടുള്ള താല്പര്യം കുറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റൊരു മുറിയിലായിരിക്കും ആ ഭാര്യ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ഭർത്താവ് എന്താ ചെയ്യുക? അതിനാണ് പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള വേറെ രാജ്യങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നേ. അല്ലാതെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് മറ്റൊരു പെൺകുട്ടിയുടെ മേത്ത് നിങ്ങൾക്ക് തീർക്കാനുള്ളതല്ല. അതിപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും ഈ പെൺകുട്ടികൾ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഞാൻ പെൺകുട്ടികളെ മാത്രമാണെന്ന് വിചാരിക്കരുത്, ആൺകുട്ടികളുടെയും മേത്ത് തീർക്കാൻ പോകരുത്. നിങ്ങൾക്ക് ഈ സെക്സ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ ശാരീരികമായ ആകർഷണം വേറൊരാളുടെ അടുത്ത് അപരിചിതനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രേ, നിങ്ങളുടെ നാച്ചുറൽ ഇണയല്ലാത്ത ഒരാളുടെ അടുത്ത് നിങ്ങൾക്കത് ഈ കൺസെൻ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ ധരിച്ച് പോകുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ടു എ ഡോക്ടർ. അല്ലെങ്കിൽ വീഡിയോ വരും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നവരത് ചെയ്യും. അത് പറ്റാത്ത കുറേ നിഷ്കളങ്കരായിട്ടുള്ള എന്ത് ചെയ്യണമെന്നറിയാത്ത പാവത്തുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ടും ഇരകൾക്ക് അവരുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ മനോജ് നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. നാളെ ഇയാൾക്ക് ചിലപ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂറോണിക്കൽ അതൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ച് നമുക്കിത് വരാതിരിക്കണമെന്നില്ലല്ലോ. നിങ്ങളുടെ 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത, പിടിച്ചു നിർത്താൻ പറ്റാത്ത ലൈംഗിക തൃഷ്ണ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചികിത്സയ്ക്ക് നിങ്ങളാണ് പോകേണ്ടത്. അന്നേരം അത് ആക്ച്വലി നിസ്സഹായ അവസ്ഥയല്ല. അവിടെയൊക്കെ നിസ്സഹായരായിട്ടുള്ളത് ഇരകളാണോ. അവരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ മാനസികാരോഗ്യം, അതിനെക്കുറിച്ച് സംസാരിച്ച് മറ്റത് ഇത് ശിക്ഷ വേണ്ടുന്നൊരു കാര്യമാണ്. ശിക്ഷയുടെ ഭാഗമായി അവർക്ക് ചികിത്സയും കൊടുക്കണം. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരുത്താനുള്ള അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ചികിത്സയുടെ ഭാഗമായി അവർ തിരുത്തി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നല്ല കാര്യം. ഇനി ഏത് ചികിത്സ വന്നു കഴിഞ്ഞാലും ഈ സാധനം ഇങ്ങനെ നിൽക്കുള്ളൂ എന്നാണെങ്കിൽ അവിടെ ഇരകളോടാണോ നിങ്ങൾ പറയുന്നത്? അയാൾ നിസ്സഹായ അവസ്ഥയിലാണുള്ളത്, പുള്ളിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? എൻ്റെ വീട്ടിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരോടും പറയുന്നത്, നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വെല്ലുവിളിയാവുന്ന ഏത് കൊണാണ്ടർ വന്നാലും, അയാൾ ഏത് നിസ്സഹായ അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും അവനവൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. മറ്റേ ആളോട് നമുക്ക് സഹതപിക്കാം. എപ്പോഴാണെന്നറിയോ? അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ നമ്മുടെ മുന്നിലിരുന്ന് വന്ന് പറയുകയാണ്, എടോ എനിക്കിതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ ആശുപത്രി കൊണ്ടാക്കും, അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അവിടെ നമുക്ക് സഹതാപമുണ്ട്. കാരണം ആ മനുഷ്യൻ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ വന്നിട്ടുള്ള ആളാണ്. മറ്റത് കയറി പിടിക്കുന്നവനാണ്. അത് വേറെ സാധനമാണ്. അത് പ്രൈമറിലി ഡീൽ ചെയ്യപ്പെടേണ്ടത് സഹതാപം കൊണ്ടല്ല. പക്ഷേ
വന്നിരുന്ന് അടിക്കുകയാണ് ഇങ്ങനെ. ഈ മനോജ് എന്ന് പറയുന്ന ആളുടെ എല്ലാ വിവരക്കേടുകളുടെ ഒരു സംഗ്രഹ രൂപമായിട്ടാണ് ആ ഇൻ്റർവ്യൂ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അതിൻ്റെ താഴെയും ഫാൻസ് ആകാൻ വേണ്ടി വന്ന് നിലവിളിക്കുന്ന ആളുകളെ കാണുന്നത് ഒരു സങ്കടമാണ്. ഈ സമൂഹത്തിൽ ഇത്രയും മോശം ചിന്തകളുള്ള ഒരു വിഭാഗം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു, അവരിങ്ങനെ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അറിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇയാളുടെ ന്യായീകരണ വീഡിയോയുടെ താഴെയും കുറേ ഫാൻസിൻ്റെ ഇവന്മാർക്കൊന്നും വിവരമില്ലേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ അങ്ങനത്തെ ഫാൻസിൻ്റെ നിലവിളിയുണ്ട്. അത് അവരുടെ ഫാൻസിനെ പറഞ്ഞപ്പോൾ പുറത്ത് പട്ടി വരെ കൂവുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളാണ്. ഒരേ ജാതിയിൽ ഒരേ മതത്തിലുള്ള ആളുകൾ മാത്രമേ തമ്മി കല്യാണം കഴിക്കാൻ പാടുള്ളൂ, വിശ്വാസങ്ങൾ, അങ്ങനത്തെ കുറേ കണവണ സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കാലത്താടോ ജീവിക്കുന്നത്? ഏത് കാലത്ത്? ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ തന്നെ ഇവിടെ മർത്തോമയുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. അപ്പോൾ അവർ തമ്മിൽ മിക്സ് ആവാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മതവാദികൾ ഈസ് സോ ഹാപ്പി. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവരൊന്നും തമ്മിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല, അത് പ്രശ്നമാണ് എന്ന് ഇയാൾ പറഞ്ഞു വെക്കുമ്പോൾ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാൻ ഇവിടെ ആളുകളുണ്ട്. കാരണം ഈ പെണ്ണുങ്ങളെയൊക്കെ മതവാദികൾ നോക്കിക്കാണുന്നത് പിള്ളേരെ ഉണ്ടാക്കാനുള്ള മിഷനായിട്ടാണ്. അടുത്ത തലമുറ ഉണ്ടാക്കി നമ്മുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇത് നമ്മുടെ ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ തോന്നും. പക്ഷേ മതം എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണം കൂട്ടി അധികാരം പിടിച്ചു പറ്റി ഈ പറയുന്ന റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് ഇവർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇയാൾ ദൈവദൂതനാണ്. അതുകൊണ്ടാണ് ഈ മനോജ് എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും റീച്ച് കിട്ടുന്നതെന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ തോന്നി. കാര്യം ഈ പറഞ്ഞ വൃത്തികേടുണ്ടല്ലോ, മതങ്ങളും ജാതിയും നോക്കി വേണം കല്യാണം കഴിക്കാൻ എന്ന് ഇയാൾ പറയുന്നത്, അതിന് ഭയങ്കര കയ്യടി കൊണ്ട് കമൻറ്റ് ബോക്സിൽ കൂടിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. മർത്തോമക്കാരനും ജ്ഞാനായക്കാരനും കൂടി കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടി കല്യാണം കഴിച്ചു. എന്താണ് അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം? മതമാണോ? വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ, അതാണ് ഇവിടുത്തെ മെയിൻ സാധനം. വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ എടോ എൻ്റെ മതം ഇതാണ്, നിൻ്റെ മതം ഇതാണ്, നമുക്കിതിനെക്കുറിച്ച് ധാരണയുണ്ട്. മതത്തിൽ നിന്ന് ഈ റിലേഷൻഷിപ്പാണോ മതമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം കൊണ്ടു നടന്ന വിശ്വാസത്തിനെ ഹനിക്കാതെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടു നടക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ തമ്മിൽ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. പക്ഷേ അങ്ങനെ ജീവിക്കാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റീൽ റിയാക്ഷനിൽ ഇതേപോലെ ഒരു പുരോഹിതൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ മാമോദീസ വെള്ളം തലേ വീണ പാർട്ടികളാണ്, അതുകൊണ്ട് നമുക്ക് വേറെ മതത്തിലുള്ള വിശ്വാസമൊന്നും പറ്റില്ല, നിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് ഇവർ ഈ ഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇയാൾ മുത്തുക്കുടമാണ്. പക്ഷേ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇയാൾ ഈ പറയുന്ന വൃത്തികേട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ജാതിയും മതവും എല്ലാം ഇവിടെ നിലനിന്ന് പോരണം എന്ന് ചിന്തിക്കുന്ന ഒരൈറ്റമാണത്. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെയും പേരൻസിൻ്റെയൊക്കെ അവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കണം. ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ ആ ഒരു ഫാമിലി ട്രീയിൽ എവിടെയെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചോളൂ. ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു വെക്കുമ്പോഴേ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളുള്ള ഒരു കുടുംബം എവിടെയാണ് ഉണ്ടാവുക? ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. അതിൻ്റെ സ്കെയിൽ പല രീതിയിലാണ്. ഏത് സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് പെടുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ ഞാൻ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അതിനനുസരിച്ച് എൻ്റെ മൂഡ്സിൽ വ്യത്യാസം ഉണ്ടാകും. അത് കൺസിസ്റ്റൻ്റായി തുടരും തോറും അതെൻ്റെ മാനസികാരോഗ്യത്തിനെ ബാധിച്ചേക്കാം. അതിന് എൻ്റെ അപ്പൂപ്പന് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാവണമെന്നോ അപ്പൂപ്പൻ്റെ അമ്മൂമ്മക്ക് മാനസിക പ്രശ്നം ഉണ്ടാവണമെന്നൊന്നുമില്ല. സാഹചര്യങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് സാധ്യതകളാണ്. എൻ്റെ അച്ഛന് ഹാർട്ടിന് പ്രശ്നമുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്. സോ എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ, എൻ്റെ ഹെൽത്ത് ഞാൻ നന്നായി നോക്കി നടത്തിയാൽ എനിക്ക് ആ സാധ്യതയിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റും. സാധ്യതകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മാനസികാരോഗ്യത്തെ പരിഗണിക്കുമ്പോഴും ഒരു മനുഷ്യനെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനെയൊക്കെ റെസ്പെക്റ്റ്ഫുള്ളി ഡീൽ ചെയ്യണം എന്ന് നമ്മുടെയൊക്കെ ഏത് തലമുറ മുതലാണ് മനുഷ്യർ പഠിച്ചു തുടങ്ങിയത്? ഒരു 2 തലമുറ മുമ്പെങ്കിലും നിങ്ങളുടെയൊക്കെ കുടുംബത്ത് ഈ സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ കുട്ടികളെ അച്ഛനമ്മമാർ ഡീൽ ചെയ്യുന്നത് ഇതൊക്കെ പൂർണ്ണമായ ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടിയായിരുന്നോ? വളരെ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേണുകളും ഒക്കെ നിലനിന്നിരുന്നൊരു സിസ്റ്റമായിരുന്നു നമ്മുടെ. അവിടെ പല ആളുകളും മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകളെ നന്നായി ട്രീറ്റ് ചെയ്യുക, നന്നായി ട്രീറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ സാധ്യതകളെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇയാൾ ഈ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അത് എവിടുത്തെ പരിപാടിയാണോ? അങ്ങനെ നോക്കിയാൽ നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? ഏറ്റവും നല്ല ജീനുള്ള, ഇന്ന് വരെ ശാരീരികമായി ഒരു പ്രശ്നവും നേരിട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ കുടുംബത്തിനെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. മാനസികമായ പ്രശ്നം ഒന്നുമില്ലാത്തൊരു കുടുംബത്തിനെ ഞാൻ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ കുറച്ച് നേരം തലയും കുത്തി നിൽക്കേണ്ടി വരും.
നല്ലോണം തലയും കുത്തി നിൽക്കേണ്ടി വരും. കാരണം ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സാണ്. സാഹചര്യം ഒരു വലിയ ഫാക്ടറാണ്, ജനറ്റിക് കാര്യങ്ങൾ ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ഏത് സമയത്ത് ഏത് തീരുമാനമെടുക്കുന്നു, എങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു, എല്ലാം ഇവിടെ ഫാക്ടേഴ്സാണ്. നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയമാണ്. ചിലപ്പോൾ അയാളുടെ ഒരു 2-3 തലമുറ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വളരെ ടോക്സിക് ആയിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണറെ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇവഞ്ച്വലി അവരൊരു മാനസിക പ്രശ്നത്തിലേക്ക് വഴുതി വീഴും. സാധ്യതകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ബെറ്ററായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇയാൾ പറയുന്നത് ഓടി രക്ഷപ്പെടാനാണ്. കാരണം നമുക്ക് നല്ല ജീനുകളുണ്ടല്ലോ, മറ്റേ രക്തശുദ്ധിയുള്ള നല്ല ജാതിയൊക്കെ ഉള്ള, ജാതി മതമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ എന്ത് വേസ്റ്റാണിത്. എത്ര കാലഹരണപ്പെട്ട ആശയങ്ങളെയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് നടന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ അത് കഴിച്ചിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റുമെന്നൊക്കെ പറയുന്ന പോലെ വീഡിയോ ചെയ്ത് നടക്കുന്ന, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങേരുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, ഇതാണ് നല്ലത്, അതാണ് ശരി എന്നൊക്കെ വിചാരിക്കുന്ന അച്ഛനോ അമ്മയോ അമ്മാവനോ ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും ഇതൊക്കെ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ. എന്നാലും അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഡോക്ടറെ, നമ്മളുമായിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിപ്പോൾ മാനസികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അച്ഛനമ്മമാർ സംസാരിക്കുന്നതെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ വിവരമുള്ള ആൾക്കാരിൽ നിന്ന് അറിവുകൾ കിട്ടാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞോളും. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമോ 2 കാര്യമോ സയൻറ്റിഫിക്കലി കറക്റ്റായിരിക്കും, അതായത് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ വെള്ളം കോരി ഒഴിക്കും. ആ വെള്ളം കോരി ഒഴിക്കലിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കണതിന് തൊട്ട് മുമ്പ് വരെ ലൈംഗിക തൃഷ്ണ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എന്ത് പുരുഷനാണോ അതെന്തൊരു മരണമാണത്, കാമമരണമോ? അപ്പോൾ ഇങ്ങനത്തെ വെളിവ് കേടുകൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോൾ പ്ലീസ് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, വിവരമുള്ള ആൾക്കാരോട് സംസാരിക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്, സൈക്കോളജിസ്റ്റുകളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്തിനാണ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങേറെ അടുത്തോട്ട് ചെന്ന് കയറിയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ ഇപ്പം നിങ്ങൾക്ക് വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഈ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷമാണ്. നിങ്ങൾക്കറിയോ? ശരിക്കും നമ്മൾ പേരമരത്തിൻ്റെ ചോട്ടി കിടക്കുന്ന മണ്ണ് അരിച്ചെടുത്തിട്ട് അതിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് രാവിലെ ഒരു 3 മണിക്ക് കക്കൂസി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും എന്നൊരാൾ പറഞ്ഞാൽ ആ വീഡിയോ ഇവിടെ റീച്ചാവും. നമ്മുടെ നാട്ടിലൊരുവിധം ആളുകൾ ഇത് ട്രൈ ചെയ്ത് നോക്കും. കാരണം ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ ഇവർക്ക് പറ്റില്ല. നാട്ടിലുള്ള ഹോട്ടലുകളും അതുപോലെ ഭക്ഷണ രീതികളും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ടോക്സിക് ആണെന്ന് ഇവർക്ക് എവിടുന്നോ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക? തിരിച്ച് മണ്ണിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. അന്നാ നിങ്ങൾ കുറച്ച് പരിപാടി പറഞ്ഞാൽ കുറച്ച് നാരങ്ങ വെള്ളം കലക്കിയിട്ട് എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിയാകുമ്പോൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീരകവെള്ളം ഒരുപാട് ജീരകം ഇട്ട് കട്ടയ്ക്ക് തിളപ്പിച്ചിട്ട് ഒരു 3 മണിക്കോ 4 മണിക്കോ സേവിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാസ്ട്രിക് പ്രശ്നം മാറുമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. പക്ഷെ അപ്പോഴും അവർ ഇങ്ങനത്തെ ഡോക്ടർമാരെയൊക്കെയാണ്, സോഷ്യൽ മീഡിയ ഡോക്ടർമാരുടെ അടുത്താണ് പോവുക. നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഇതുപോലെ യൂട്യൂബ് ഡോക്ടർമാരും ഒക്കെ ആയിട്ട് അവരുടെ മാനസിക ശാരീരിക അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. പക്ഷെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. സഹായിക്കാൻ ശ്രമിച്ചു നോക്കുക. പിന്നെ ഇതുപോലുള്ള ആളുകൾ ഇതുപോലെ ന്യായീകരിച്ച് ഓരോ കാർഡുകളൊക്കെ ഇറക്കുമ്പോൾ ഇതൊരു കാർഡാണെന്ന് അവർ മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ട് അമ്മയും പെങ്ങളും, ഞാനും 2 പെൺമക്കളുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ അത് വൃത്തികേട് പറയാനുള്ളൊരു ലൈസൻസ് അല്ല എന്നുള്ളത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. അയ്യോ ആ പാവം മനുഷ്യൻ 2 പെൺമക്കളുടെ അച്ഛനാണ് അയാൾ എന്ന് പറയുന്ന ഇമോഷനിൽ അവർ കുരുങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്താണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. പക്ഷേ നമുക്കറിയാലോ, നമുക്ക് വിവരമുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വിർജിൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം ചോദിച്ച ആൾ മലപ്പുറംകാരനാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ചെമ്മാട് കണ്ടു. അപ്പോൾ എനിക്ക് തൃപ്തിയായി. കാരണം വേറൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കുറവ് നല്ലോണം ഉണ്ട്. ഞാനൊരു മലപ്പുറംകാരനാണ്. എൻ്റെ നാട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഡ്രസ്സ് നോക്കിയിട്ട് ഗേൾസിനെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഇത്രയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് എന്നെപ്പോൾ തന്നെ ഒരാളെ കെട്ടാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വൈബിനനുസരിച്ച് ഒരു പെണ്ണിനെ കെട്ടാനാണ് ആഗ്രഹം. കല്യാണത്തിന് മുമ്പ് എന്ത് കാണിച്ചാലും എനിക്കൊരു തേങ്ങില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഓളും ഞാനും നന്നായി മതി, അത്രേ ഉള്ളൂ. പിന്നെ ഈ വിർജിനിറ്റി അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് വരെ തോന്നിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവും, സാധാരണയാണ്, ഇറ്റ്സ് എ നോർമൽ തിങ്. ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ ആവുന്നതും അതും കോമൺ ആണ്, അതും നോർമലാണ്, ഒരു തെറ്റും പറയാൻ പറ്റില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ അഫെയറിലോട്ട് പോകുമ്പോഴാണ് അത് വലിയ പ്രശ്നമാണ്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ എന്ത് വന്നാലും ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്കതൊരു സംഭവമായിട്ട് തോന്നിയിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് അവിധത്തിന് ഒരിക്കലും ഞാൻ നോർമലൈസ് ചെയ്യില്ല. ഞാൻ നല്ല ബുദ്ധിയുള്ള ആരും അവിധത്തിനെ നോർമലൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ വിർജിനായ പെണ്ണിനൊക്കെ വേണമെന്ന് പറയുമ്പോഴേ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങൾക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അതേപോലത്തെ സ്വഭാവമായിട്ട് ഒരാളെ നിങ്ങൾ ആ പെണ്ണിന് വേണ്ടി ആലോചിക്കുമോ? അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിർജിനിറ്റി ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ആൾക്കാരായിരിക്കണം. അതുപോലെ കുറച്ച് ടീമുണ്ട്, അതായത് ഇവരെല്ലാം തണ്ടിത്തരം കാണിക്കും, അവരുടെ ബോഡി കൊണ്ടൊക്കെ ഒരു 10ന്റെ മേലൊക്കെ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് വിർജിനായിട്ടുള്ള ഒരു പെണ്ണിനെ വേണം എന്നാണ് ഈ മഹാമാരുടെ ആഗ്രഹം. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ബോഡി കൊണ്ടുണ്ട്, 10ന് താഴെ ബോഡി കൊണ്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും ഒരു വിർജിനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ തലാട്ടി, പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞു പടച്ചോനെ ഇവർക്ക് ഇപ്പം ഇരട്ടി ബോഡി കൊണ്ടുള്ള പെണ്ണിനെ തന്നെ കൊടുക്കണേ. അതായത് ഇവർക്ക് എന്തു ആവാം, പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോൾ കോള് വെടി അങ്ങനെയാ. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ, അതായത് ഒരു സ്ലീവ്ലെസ് ഇട്ട പെണ്ണ് അല്ലെങ്കിൽ കൂടുതൽ മോഡേൺ ആയി ഒരുങ്ങുന്ന പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഓൾ പോക്കാന്ന് അത് ഇവരായിട്ട് ചെടി ചെയ്ത് തീരുമാനിച്ച് വെക്കും. എന്റെ കേസിൽ ഞാൻ പറയാം, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിന്റെ വൈബായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. ഓള് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇനി അതല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമല്ല. എനിക്കെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പ്, അതുപോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പായുള്ള കുട്ടിനെ കെട്ടാനാണ് എനിക്ക് ഇഷ്ടം. ഈ ഒതുങ്ങിയ ടൈപ്പ് കുട്ടികളെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, ഓരോ ആൾക്കാർക്ക് ഒരു ഇഷ്ടമല്ലേ. അതുപോലെ എന്റെ Q&A വന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, ഡിവോഴ്സ് ആയ ഒരു പെണ്ണിനെ ഷാമു കല്യാണം കഴിക്കും. പെണ്ണല്ലേ, മൃഗമൊന്നല്ലോ. ഡിവോഴ്സ് ആയ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്താ? ഇങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള പൊട്ടന്മാര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ബുദ്ധി തെളിവ് കൊടുക്കണേന്നാണ് ഞാൻ പറയുള്ളൂ. ഷാമോൻ ഒരുപാട് പാട്ടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഫീഡിലേക്കൊക്കെ വരുന്നത്. അതല്ലാതെ പുള്ളി ഒരുപാട് ഹ്യൂമർ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഷാമോൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റ് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്, എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയുന്നത് 100% നിങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഇല്ലാത്ത പോലെയാണ്. നിങ്ങൾക്ക് അതിലൊരു പെർസ്പെക്റ്റീവ് വേണം. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിത്ത് ചില കണ്ടീഷൻസ് എന്ന് പറയുന്ന പോലെയൊക്കെ സംഭവിക്കാം. അതങ്ങനെയാണ്. ഷാമോൻ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഷാമോനോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ വെർജിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ ഷാമോൻ അതിൽ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്ത് നിന്നുള്ള ആളാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നോക്കിയപ്പോൾ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, എൻ്റെ നാട്ടിൽ സ്ത്രീകളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊരു രീതിയുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു നാടിനെ മാത്രം എല്ലാ നാട്ടിലും സ്ത്രീകൾ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്, വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന വെർജിനിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കുറച്ച് കാണുക, തടങ്കലിടുക എന്ന് വെച്ചാൽ ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു വെർച്വൽ തടങ്കലുണ്ട്, അങ്ങനെ ഇടുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ട്. അയാൾ ജനിച്ച് ജീവിച്ചിട്ടുള്ള നാടാണ്, അവിടെയുള്ള ചുറ്റുപാടുകളെക്കുറിച്ച് അയാൾക്കറിയാം, അവിടെയുള്ള കൾച്ചറലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് ഷാമോൻ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, പുള്ളി അതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് പോയി ആ കാര്യം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് എന്താണ്, എനിക്കങ്ങനെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി വെർജിൻ ആവണം എന്നില്ല. എന്ന് വെച്ചാൽ അവൾ ശാരീരികമായി മറ്റൊരാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള റിലേഷന് മുമ്പ് എന്നുള്ളത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കും. അവിടെ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അയാൾ ആരോടും വെർജിനായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകളൊന്നും വെർജിനായി ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒന്നുമല്ല പറഞ്ഞത്. അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു. വെർജിനിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് അയാൾ വലിയ വിഷയമായിട്ട് കാണുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, സംസാരിക്കുന്നു, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ആ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഫിസിക്കലി അവർ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഒരാളെ ജഡ്ജ് ചെയ്ത് ഇയാൾ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇയാളെ ഒന്നും നമ്മൾ വീട്ടിൽ കയറ്റാൻ പാടില്ല, എൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റൽ രീതി ഇവിടെ ആവശ്യമില്ല. അത് തന്നെയാണ് ഷാമോനും പറയുന്നത്. ഇത്രയും നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ട് ഷാമോൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ എന്ന് പറയുന്നത് അവർ കുറച്ച് മതവാദികളായിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ നാളെ താലിബാൻ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ അവർ കൈകൊട്ടി ആഘോഷിക്കുന്ന പോലെ, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്ര മത പരിപാടികളെയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന, ആ രീതികൾ ഇന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു കോളേജിൽ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിലേക്ക് നിൽക്കുന്ന ഒരുപാട് യുവാക്കളുള്ളൊരു സ്ഥലത്ത് ഒരു വേലി കെട്ടി ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് ചെയ്തിരുത്തുന്ന, അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന, മതത്തിൻ്റെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് ഷാമോനെതിരെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. എനിക്കതിൽ ഒരാളുടെ ആദ്യത്തെ കമൻറ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നിയത്, കല്യാണത്തിന് മുമ്പുള്ള അവിഹിതങ്ങളെയൊക്കെ അയാൾ നോർമലൈസ് ചെയ്യുന്നു. എടോ, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവിഹിതമാവുന്നത്? അത് ആർക്കാണ് അവിഹിതമാവുന്നത്? അത് അവരുടെ ഹിതമല്ലേ? കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ഞാനൊരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവായി, എൻ്റെ പാർട്ട്ണർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ഞാൻ ആ സമയത്ത് മറ്റൊരാളുമായി ഫിസിക്കലിയോ മെൻ്റലിയോ ഒന്നും അറ്റാച്ച്ഡ് ആവാൻ പാടില്ല എന്നുള്ള കാര്യം. അത് ഞാൻ തെറ്റിക്കുമ്പോഴല്ലേ അതിന് നമ്മൾ അവിഹിതം എന്ന് പറയാം. വിവാഹത്തിന് മുമ്പ് അവർക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, ആ പ്രേമത്തിൽ അവർ വളരെ ഇൻവോൾവ് ആയിട്ടായിരുന്നു. അതിനെങ്ങനെ നിങ്ങൾക്ക് അവിഹിതം എന്ന് പറയാൻ പറ്റുക? അത് പ്രേമല്ലേ? ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഷാമോൻ്റെ ഈ വീഡിയോനെ അറ്റാക്ക് ചെയ്ത് ഇറങ്ങിയ ആളുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാർമ്മികത എന്ന് പറയുന്നൊരു വാക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും. അതുപോലെ അവിഹിതം, വ്യഭിചാരം, അതായത് ഒരാണും പെണ്ണും സംസാരിച്ച്, ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, ഞാൻ അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ വ്യഭിചരിക്കുകയാണ് എന്ന് ഏതോ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുസ്തകങ്ങളെ വെച്ച് ആ പെണ്ണിനെ ജഡ്ജ് ചെയ്യുന്ന. വ്യഭിചരിച്ച് കഴിഞ്ഞാലുള്ള കോമഡി എന്താണെന്നറിയോ? ആ പെണ്ണിനെ അവിടെ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമില്ല.
ഐ ആം ദി സേഫസ്റ്റ് അളിയ. ഈ പെണ്ണിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഇങ്ങനെ പൂട്ടി വെക്കുക, അവളുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ അടച്ചു വെക്കുക, ഇതിനെയൊക്കെ പല രീതിയിൽ ചെയ്തിട്ട് ഇതിന് വേറെ പല രീതിയിലൊക്കെ ന്യായീകരിച്ച് മെഴുകുന്ന ആളുകളാണ് ഇവർ. ഇവന്മാരുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കംപ്ലീറ്റ് മൂടി പറുതിയിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ വസ്ത്രം ധരിച്ചു പോകുന്ന സ്ത്രീകൾ, അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം, അവർ ട്രെയിൻഡ് ആയിരിക്കുന്ന അങ്ങനെയാണ്, അവരതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായി വരട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, അതായത് പറുതിയിട്ട് നടക്കുന്നതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവന്മാർ മറ്റേ പോഡ്കാസ്റ്റ് സെറ്റപ്പൊക്കെ ഓൺ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് വീഡിയോ ആയിട്ട് വരും. അത് ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ്, അത് ആ സ്ത്രീകളെ നമ്മൾ എന്തിനാണ് അങ്ങനെ അനാവശ്യമായിട്ട് വിലയിരുത്തുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവരുടെ ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അപ്പോൾ അവർ വാചാലരാവും. എന്നാൽ അതേസമയം പർദ്ദ ഇടാൻ നടക്കുന്ന സ്ത്രീകൾ അവരുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതല്ല അവരുടെ വിഷയം. അവിടെ ആ സ്ത്രീ വ്യഭിചരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ അതിനെ ന്യായീകരിക്കും. ഇവിടെ ഷാമോൻ എന്താണ് ചെയ്തത്? അയാളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, അത് അയാളുടെ ജീവിതം, അയാൾക്ക് അങ്ങനെ മതി. പക്ഷെ അതിന് ഇവർക്ക് ന്യായീകരിച്ച് വിടാൻ പറ്റില്ല. കാരണം ഷാമോൻ ഒരു റീച്ചുണ്ട്, ഷാമോൻ്റെ ഫോളോവേഴ്സിൽ ഒരു വലിയ വിഭാഗം പെൺകുട്ടികളുണ്ട്. അയാളുടെ റിലേഷൻഷിപ്പ് പ്രിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് വെർജിനായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ വേണം എന്ന് പറയുന്ന പോലത്തെ ഒരു പിടിവാശി അയാൾക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോളൂ, അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചോളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് അങ്ങനെ വാശിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, അയാളെ നിങ്ങൾ അംഗീകരിക്കണം. അയാളുടെ ചിന്തകൾ നിങ്ങളുടെ അണ്ണാക്കിൽ തിരുകാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ചിന്തകളെടുത്ത് അയാളുടെ അടുത്ത് കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത്? മാത്രമല്ല, ഈ വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കപ്പെടുന്നത്. ഇപ്പോൾ ഷാമോൻ പറഞ്ഞിട്ടുള്ളതിൽ മലപ്പുറംകാരെ വിമർശിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടാകും. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വെർബലി ആക്രമിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോഴേ, ഇപ്പോൾ ഓരോ നാട്ടിലും ജനിച്ച് വളർന്നിട്ടുള്ള ആളുകൾക്ക് സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനബോധം മാത്രമല്ല ഉണ്ടാവുക, ആ നാട്ടിലുള്ള ആളുകൾ അവരോട് പെരുമാറിയിട്ടുള്ള രീതിയൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു മറുവശം ഉണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും മെയിൻ വശം എന്ന് പറയുന്നത്. ചില ആൾക്കാരോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ നാട് ഇഷ്ടമേ അല്ല, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്നേ ഇല്ല, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ചെക്കന്മാർ മുഴുവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഒരാൾക്കുണ്ടാവും. അത് അയാൾ എക്സ്പ്രസ് ചെയ്തു. അതിൻ്റെ കൂടെ അയാളുടെ ലൈഫിലെ ഒരു പ്രിഫറൻസ് അയാൾ തുറന്നു പറയുമ്പോൾ ഇതെവിടെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്? കാരണം ഇവരുടെ, അല്ലെങ്കിൽ ഷാമോൻ ഈ പറഞ്ഞതിനെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഷാമോനെ അല്ല പഠിപ്പിക്കാൻ നോക്കുന്നത്. ഷാമോൻ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയ, അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കിട്ടിയ ഒരു ഫിഗറാണ്. പക്ഷേ ഇവിടെ ഇവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഷാമോൻ ഈ പറയുന്നതുണ്ടല്ലോ, ഇത് ഭയങ്കര അപകടമാണ്, ഇവനെ പോലുള്ളവരൊന്നും നമ്പരുത്, ഇവനൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ മറ്റെവിടെയും നോക്കരുത്, മറ്റേ കുതിര ഇങ്ങനെ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുക. നിങ്ങൾ ജനിക്കുക, വേണമെങ്കിൽ പഠിക്കാനൊക്കെ പോവുക, പക്ഷെ നിങ്ങളൊരാളെ കല്യാണം കഴിക്കുക, എന്നിട്ട് പിള്ളേരെ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ മതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുക എന്ന് പറയുന്ന പോലെ, ഒരു കുതിരയെ നടത്തുന്നത് പോലെ പെൺകുട്ടികളെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഷാമോനെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പ്രത്യേകിച്ച് അയാളുടെ ഫോളോവേഴ്സിൽ ഒരു വലിയ വിഭാഗം പെൺകുട്ടികളുണ്ടാവും. ആ പെൺകുട്ടികളൊക്കെ ഇവർ ഈ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു പേടിയാണ് ഇവരെ കൊണ്ട് ഇത്രയും ഹാഷായിട്ട് ഷാമോനെതിരെ റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഒരു റീലും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ലെറ്റ്സ് വാച്ച് ദാറ്റ് റീൽ. എന്തുകൊണ്ട് സറോഗസി നിങ്ങൾ എതിർക്കുന്നു? രണ്ടും തുല്യമല്ലെന്നാണ് പറഞ്ഞത്. അതായത് സറോഗസിയിൽ സ്വന്തം ഭർത്താവിന്റെയും ഭാര്യയുടെയും ബീജവും അണ്ടവും മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ അവിടെ നടക്കുന്നില്ല. ഇവിടെ തേർഡ് പാർട്ടി കടന്നു വരുന്ന ഈ കുഞ്ഞിന്റെ പിതൃത്വത്തിനും മാതൃത്വത്തിനും ഒരേ ഒരു അവകാശിയാകുന്ന ഒരു ധാർമ്മികത തീർച്ചയായിട്ടും മതങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി വരുന്നത് തന്നെ. അഥവാ മറ്റൊരു വാക്കി പറഞ്ഞാൽ, വ്യഭിചാരം എന്ന് പറയുന്നത്, അന്യന്റെ ബീജം എന്ന് പറയുന്നത് തന്റെ ഭാര്യയുടെ അല്ലാത്ത വ്യഭിചാരം എന്ന് പറയുന്ന പദത്തിൽ പിടികൂടുന്നത്. വ്യഭിചാരം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ഭർത്താവിന്റെ ബീജം മറ്റൊരു ഭാര്യ അല്ലാത്ത ഒരു സ്ത്രീ പ്രവേശിക്കുന്ന പ്രക്രിയ. അതിനെയാണല്ലോ അധാർമികം. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഉദ്ദേശിക്കുന്നത് ഇവിടെ പൊതുവായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അമ്മയാവണമെന്നാണ്. ഇവിടെ നമ്മൾ ആ ഒരു മാതൃത്വം, ഞാൻ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ഇമോഷണലായി, എന്റെ മൈൻഡ് ഒക്കെ മാറി. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അവിടെ മാതൃത്വത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ എത്ര അമ്മമാരുണ്ട്, അവരെല്ലാവരും നമ്മൾ പ്രസവിക്കാൻ കഴിവുള്ളവരും ഇല്ലാത്തവരൊക്കെ ഈ ലോകത്തുണ്ട്. അവർ നമുക്ക് മാതൃത്വം നിഷേധിക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഗർഭപാത്രമില്ല, അപ്പോൾ സരോഗസിക്ക് അവർ ഓപ്റ്റ് ചെയ്യുന്നു. ശാസ്ത്രം പുരോഗമിച്ചു, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സൗകര്യങ്ങളുണ്ടായി. അത് പറ്റില്ല, അങ്ങനെ ചെയ്യുന്ന വ്യഭിചാരമാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇന്നും ജീവിക്കണമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇനി അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഇവർക്കൊരു കുഴപ്പമില്ലാത്തൊരു കേസുണ്ട്. എന്താണെന്നറിയോ? ആ ഭർത്താവ് ഗർഭപാത്രമുള്ളൊരു സ്ത്രീയെ കിട്ടുന്നവരെ കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല.
ഭർത്താവ് ഇങ്ങനെ കല്യാണം കഴിക്കുക, അങ്ങനെ പോയിട്ട് അയാൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കട്ടെ. ഗർഭപാത്രം ഇല്ലാത്ത സ്ത്രീ അവൾക്ക് പിന്നെ അമ്മയാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അവളെ സാമൂഹ്യമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് മതം കാണിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത്. ഇവർ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് മനുഷ്യരെ കാണുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, ചിന്തകൾ മാറുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊന്നും ഇവരെ കൊണ്ട് പറ്റൂല. ഇവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. സ്ത്രീയും പുരുഷനും ഇപ്പം 2 പുരുഷന്മാരാണെങ്കിലും 2 സ്ത്രീകളാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ ഈ സെക്സ് മാത്രമല്ല ഉള്ളത്, വേറെയും വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള ചില ബോണ്ടുകളുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യാത്തത്. ഈ മതത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. കല്യാണം കഴിക്കുക, ഇങ്ങനെ പിള്ളേരെ ഉണ്ടാക്കുക, പിന്നെ പിള്ളേരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന് എപ്പം മുട്ടുമ്പോഴും ഭാര്യ റെഡി ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് പഠിപ്പിച്ചു കൊടുത്താൽ മതം ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് ബോണ്ടുകളുണ്ട്. അങ്ങനെ അവർക്കൊരു കുഞ്ഞിനെ വേണം എന്ന് തോന്നുമ്പോൾ നിലവിലെ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച, നിങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്ന ശാസ്ത്രമല്ല കേട്ടോ, ഇപ്പോൾ മതം ഏതാണെങ്കിലും അവരുടെ ശാസ്ത്രം എന്ന് പറയുന്നത് അവരുടെ പുസ്തകത്തിലെ ശാസ്ത്രമാണ്. ആ ശാസ്ത്രം ഈസ് ടോട്ടലി ഔട്ട്ഡേറ്റഡ്, കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ്. പക്ഷേ ഏതെങ്കിലും ഒരു പുതിയ ശാസ്ത്രം കണ്ടുപിടുത്തുണ്ടാകുമ്പോൾ അവർ ഓടി വരും, കണ്ട ഇത് ഞങ്ങളുടെ ബുക്കിൽ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല ശാസ്ത്രം, അല്ലാതെ വേറൊരു സാധനം ഇവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഈ 2 വ്യക്തികൾ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കുകയും അവർക്കിടയിലുള്ള ആ ബോണ്ടിങ്ങിൻ്റെ ശക്തിയും ശാസ്ത്രത്തിൻ്റെ സഹായവും കൊണ്ട് അവരൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തുകയും പല കാര്യങ്ങളും ഇവിടെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കേണ്ട വ്യഭിചാരം എന്ന് പറയുന്നത് ഈ വാ തുറന്നുള്ള ആ വ്യഭിചാരമില്ലേ, പ്രത്യേകിച്ച് ഈ പുള്ളി ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ചില സിറ്റുവേഷൻസ്, അതുപോലെ ഇപ്പോൾ ഷാമോൻ്റെ കണ്ടന്റിനെതിരെ വന്നിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ വാ കൊണ്ട് വ്യഭിചരിച്ച് മരിക്കുകയാണ് ഇവർ. അതാണ് സുഹൃത്തുക്കളെ സത്യത്തിൽ വ്യഭിചാരം. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരിക്കും. ഏതോ ഒരു വാക്ക് എങ്ങനെയോ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ വ്യഭിചാരത്തിൽ വന്ന് ലാൻഡായി. അതല്ലാതെ നിങ്ങൾ വേറൊരു വാക്കിന് വേണ്ടി ഒന്ന് റിസർച്ച് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ഒരെണ്ണം കാണും, കുറച്ചും കൂടി വൃത്തിയുള്ളൊരു വാക്ക് കിട്ടും, ഒന്ന് തപ്പി നോക്ക്. ഇഷ്ടമല്ലാത്തതിനൊക്കെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതിനെയൊക്കെ, അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് മതത്തിൽ മുങ്ങി വേറെ ഒന്നും മനസ്സിലാക്കാതെ വന്നിട്ട് ഈ ഇഷ്ടമല്ലാത്തതും അറിയാത്തതും ഒക്കെ വരുമ്പോൾ ഓടി വന്നിട്ട് വ്യഭിചാരം എന്ന് വിളിക്കരുത്. അതിനപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്, പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു റീല് നമുക്ക് കാണാനുണ്ട്. So I grew up seeing my mom and dad together. They were each other's first boyfriend and girlfriend. Got married, had kids. So subconsciously, I felt like that is how it has to be. So everyone I dated, I felt, I'm going to get married to this person. Life doesn't turn out like that. Thank God it didn't turn out like that, because I'm very happy with who God chose me as my eventual life partner. So I feel I would want her to see a very full life. I don't want her to feel like she has to only date one person. There's no restriction of, if you want to get married, get married. You don't want to get married, don't get married. Hopefully, I would like to bring her up in a way that lets her make all her choices for herself, much like how my parents did, but without any preconceived notion of how it's meant to be. എന്ത് രസമായിട്ടാണ്, എന്ത് സിമ്പിളായിട്ടാണ്. ഇപ്പോൾ ഷാമോൻ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനായിട്ടും നമുക്ക്, അല്ലെങ്കിൽ അതിനോട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണിത്. കിയാര കണ്ടു വളർന്ന അച്ഛനും അമ്മയും അവർ ആദ്യത്തെ, അതായത് അവരുടെ 2 പേരുടെയും ഫസ്റ്റ് ലവ് ആണ്. അവർ ഒരുമിച്ച് ജീവിച്ചു, ഹാപ്പി ആയിട്ട് പോകുന്നു. അത് കണ്ടു വളർന്ന ഒരാൾ, കിയാരയും ഒരാളെ സ്നേഹിച്ചു, അയാളെ തന്നെ വിവാഹം കഴിച്ചു, അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷേ എപ്പോഴും ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വർക്കാവണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലവ് ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കീഴ്മേൽ മറിച്ച് കളയുന്ന ഒരു വൃത്തികെട്ടവനായിരിക്കും, അല്ലെങ്കിൽ വൃത്തികെട്ടവളായിരിക്കും. നമ്മളത് തിരിച്ചറിയാൻ ചിലപ്പോൾ കുറേ വൈകിയെന്നും വരും. അങ്ങനെ വൈകുന്നത് ഏത് ഘട്ടത്തിലാണെങ്കിലും അത് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് നമ്മുടെ ലൈഫിനെ ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റണം. ഇപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ മകളെ അവളുടെ ലൈഫ് ഏറ്റവും ഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ പ്രിപ്പയർ ആക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ സ്റ്റക്കായി പോകരുത്. ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, അയാളും എന്നെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ 2 പേരുടെയും ലൈഫ് ഒരുമിച്ചും എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, കിയാര പറഞ്ഞതുപോലെ ആ ഫസ്റ്റ് ലവിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന ഒരാളെ കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരുടെയും കേസിൽ അത് അങ്ങനെ ആവണമെന്നില്ല. കാരണം ലോകത്ത് ഓരോ ആൾക്കാരും ഓരോ പാറ്റേണുള്ള മനുഷ്യരാണ്. നമുക്ക് ചേരാത്തൊരു പാറ്റേണിലുള്ള ഒരാളോട് ഏതെങ്കിലും 1-2 ഘടകങ്ങൾ കൊണ്ട് നമുക്കൊരു അട്രാക്ഷൻ തോന്നാം. ആ അട്രാക്ഷൻ്റെ പുറത്ത് നമ്മൾ ഒരുമിച്ച് ആയേക്കാം, പക്ഷേ പിന്നീടായിരിക്കും ഇത് സെറ്റാവില്ല എന്ന് മനസ്സിലാവുന്നത്. അത് എപ്പോഴാണെങ്കിലും അത് മാറ്റി അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാം. ഈ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഫിസിക്കലിയും മെൻ്റലി ഉള്ള നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഇങ്ങനെ ആയിരുന്നല്ലോ, ഇനി ഞാൻ ചെയ്യുന്നത് തെറ്റായി പോകുമോ? എത്ര ആളുകൾ ഈ വിവാഹത്തിനൊക്കെ ശേഷം ഇയാൾക്കൊപ്പം ജീവിക്കുന്നത് ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വിവാഹബന്ധത്തിൽ തുടരുന്നു. ഒരു ഈ പ്രേമബന്ധത്തിൽ ഞാൻ തുടരുന്ന അത്രയും എൻ്റെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞിട്ടും ആ ബന്ധത്തിൽ തുടരുന്നു. അവരുടെയൊക്കെ ഉള്ളിൽ ഒന്ന്
ഞാൻ അടുത്ത ആളെ പ്രേമിക്കാൻ പോകുന്നത് എന്തോ തെറ്റാണോ എന്ന് പറയുന്ന പോലൊരു തോന്നൽ, ഇയാളോട് നോ പറയുന്നത് ഒരു തെറ്റായി പോകുമോ, എന്നെ ആൾക്കാർ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് പേടികളുണ്ട് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി പോവുക. ഓപ്പോസിറ്റുള്ള ആൾ ടോക്സിക് ആവണമെന്നോ ദുരന്തമാവണമെന്നോ ഒന്നുമില്ല. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ തുടരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ തുടരാൻ പറ്റുന്നില്ല, നമുക്കൊരാളോടുള്ളൊരു ഇഷ്ടമുണ്ട്, ഒരു ഫ്ലോ ആണ്, അത് നഷ്ടപ്പെട്ടു നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും ആ റിലേഷൻഷിപ്പിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് മറ്റേ ആളോട് ചെയ്യുന്ന ദ്രോഹമാണ്. സോ അത് തിരിച്ചറിയാൻ പറ്റണം. ഒരുപാട് മനുഷ്യരെ കാണുക, പരിചയപ്പെടുക, എല്ലാവരോടും ഓടി നടന്ന് സെക്സ് ചെയ്യുക. നമ്മളിതിങ്ങനെ പറയുമ്പോഴേ ചില ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്, ഓടി നടന്ന് സെക്സ് ചെയ്തിട്ട്. അങ്ങനെയല്ല, നമ്മൾ ഓരോ വ്യക്തികളെയും അടുത്തറിയുക. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന നമ്മുടെ ഒരു രീതിക്കനുസരിച്ചുള്ള ആ ഇൻവോൾവ്മെൻറ്റിന് ശേഷം ദിസ് ഈസ് ദ വൺ എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റിലായാൽ മതി. കിയാര മകൾക്ക് കൊടുക്കുന്ന ആ ഉപദേശങ്ങളില്ലേ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾ അയാളുടെ ശരീരത്തെ മനസ്സിലാക്കണം. ആണായാലും പെണ്ണായാലും എൻ്റെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹോർമോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പോസിറ്റുള്ള ആളുടെ ശാരീരിക ഘടനയും അവിടെ ഹോർമോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുക, എൻ്റെ ശരീരത്തെ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തിൽ ഒരു അവയവം പൊങ്ങിക്കഴിഞ്ഞാൽ നീ വ്യഭിചരിച്ചല്ലടാ എന്ന് പറയുന്ന പോലത്തെ ആൾക്കാരുള്ള നാടാണ്. അതായത് സ്വന്തം ശരീരത്തിലെ മാറ്റങ്ങളെ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അയാളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റ്. ഇതന്നെയാണ് ഷാമോനും വീഡിയോയിൽ പറഞ്ഞത്. അവരുടെ നാട്ടിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു വലിയ കുറവുണ്ട് എന്ന് പറയുന്ന കാര്യത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ ഏറ്റവും റോങ് ആയിട്ട് ഫിസിക്കലി നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് പ്രിഫറൻസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയല്ലാത്തവരെല്ലാം തെറ്റ് ചെയ്തവരാണ് എന്ന് പറയുന്ന രീതിയിൽ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ അവയർനെസ്സിൻ്റെ, സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവാണ്. ഇവിടെ കിയാര മകൾക്ക് കൊടുക്കുന്ന ആ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ആയിരിക്കണം എന്നവർ ചിന്തിക്കുന്നിടത്ത് ഷീ നോസ് ഇറ്റ്. ഒരു ഹ്യൂമനാണ്, അവിടെ ഇമോഷൻസ് ഉണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ബോഡി ചേഞ്ചുകൾ സംഭവിക്കും, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനൊക്കെ മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. സോ ഇത്രയും നേരം കണ്ട റീലുകളെല്ലാം ചുരുട്ടിക്കൂട്ടി ഒറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോ പ്രിഫറൻസ് ആണുള്ളത്. ആ പ്രിഫറൻസ് പരമാവധി അറിവുകളിൽ നിന്നുണ്ടാക്കാൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകളിൽ നിന്നോ കാലഹരണപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കാതെ മനുഷ്യരെ അടുത്തറിഞ്ഞ് സെക്സ് എഡ്യൂക്കേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പ്രിഫറൻസുകൾ ഉണ്ടാക്കുക. നമ്മുടെ പ്രിഫറൻസിൻ്റെ പാറ്റേണിൽ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരാളെ മോശമായി ജഡ്ജ് ചെയ്യാതിരിക്കുക. ആൻഡ് റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ ഓരോ റിലേഷൻഷിപ്പിലും ആളുകൾ മെൻ്റലിയും ഫിസിക്കലിയും സേഫ് ആയിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അത് കഴിഞ്ഞ് കംപ്ലീറ്റ് വ്യഭിചാരമായിപ്പോൾ എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നിങ്ങൾ മതിലുകൾ സൃഷ്ടിക്കുന്നതിന് പകരം എഡ്യൂക്കേറ്റ് ചെയ്യുക, ബോധവൽക്കരണം നടത്തുക. പക്ഷേ ആ ബോധവൽക്കരണം അൺയൂസബിൾ ആയിട്ടുള്ള തിയറീസ് കൊട്ടിഘോഷിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാവാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.